നമസ്കാരം, എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. വയനാട്ടുകാരുടെ എല്ലാമായ ഒരു അമ്മ, തമിഴ് വംശജർ ആരാധിച്ചു പോന്നതും ചോളചേര പാണ്ഡ്യഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതുമായ ഉഗ്രമൂർത്തിയായ മാരിയമ്മ. ഒരു നാടിനെയാകെ തന്റെ ശക്തി വലയത്താൽ സംരക്ഷിക്കുന്ന സ്നേഹനിധിയായ ഈ അമ്മയെ തേടിപ്പോകേണ്ടതില്ല എന്നതാണ് സത്യം. മനസ്സുരുകി വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടമ്മ. കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അമ്മയോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ കണ്ട് അതിശയിച്ചു പോയിട്ടുണ്ട്. എനിക്കുണ്ടായ ചെറിയൊരു അനുഭവം പറഞ്ഞാൽ, ഞാൻ രാവിലെ ഗണപതി ക്ഷേത്രം തേടി ഇറങ്ങിയതായിരുന്നു. എന്നാൽ ഗണപതി ക്ഷേത്രമാണെന്ന് കരുതി വന്നു കയറിയത് മാരിയമ്മൻ കോവിലിലാണ്. എന്റെ തിരുമേനി എന്നോട് മാരിയമ്മൻ കോവിലിൽ ഗുരുതി നടത്താൻ നിർദ്ദേശിച്ച കാര്യം സത്യത്തിൽ ഞാൻ മറന്നുപോയിരുന്നു. ആ നടയിൽ വന്നു കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ സ്തബ്ധയായി നിൽക്കുകയായിരുന്നു. ഇതെന്ത് മറിമായം എന്നോർത്തുപോയി. എവിടെയാണോ ഞാൻ പോകേണ്ടിയിരുന്നത് അവിടേക്ക് എന്നെ വിളിച്ചു കയറ്റിയ ഒരമ്മ, കൂടെ കാവലായി നിൽക്കുന്ന ഒരമ്മ. നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇത്തരം അനുഭവങ്ങൾ? കമന്റ്സിൽ പറയുമല്ലോ അല്ലേ? ക്ഷേത്ര പുനരുദ്ധാരണ സമയത്ത് ലഭിച്ച പല ഭാഷകളിൽ കുത്തിവെച്ച ഈ ശില ആർക്കിയോളജിക്കൽ സർവേക്ക് വരെ ഇനിയും ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ടിപ്പുവിന്റെ കാലഘട്ടത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചിലതൊന്നും ടിപ്പുവിന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല. സുൽത്താൻ ബത്തേരിയിലെ ഗണപതി ക്ഷേത്രം നശിപ്പിച്ചെങ്കിലും ഈ ക്ഷേത്രം ടിപ്പുവിന് തകർക്കാൻ സാധിച്ചില്ല എന്നും തകർക്കാൻ വന്നവർക്ക് വസൂരി പിടിപെട്ടിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കുംഭമാസത്തിലെ 3-ാം ചൊവ്വാഴ്ചയാണ്. 7 ദിവസമാണ് ഉത്സവം ആഘോഷിക്കുന്നത്. പ്രധാന വഴിപാടുകൾ കുരുമുളക്, മഞ്ഞൾ സമർപ്പണം, നാരങ്ങമാല, അകത്ത് ഗുരുതി എന്നിവയാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്.